വർഷം പൂർത്തിയാക്കുന്ന കൈരളി ടിവിയിലെ പ്രവാസലോകം പ്രോഗ്രാമിന്റെ സംവിധായകൻ റഫീഖ് റാവുത്തർക്ക് അനുമോദനവും പ്രവാസലോകത്തെ പഠനവിധേയമാക്കി CS അഖിലും അനസുദ്ദീൻ അസീസും ചേർന്ന് രചിച്ച മിസ്സിംഗ് മൈഗ്രൻസ് ആൻഡ് ആക്സസ് ടു ജസ്റ്റിസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ച് നടന്നു. ഒരു റിപ്പോർട്ടിലേക്ക്. വർഷം പൂർത്തിയാക്കുന്ന പ്രവാസലോക ചരിത്രം പുസ്തകരൂപത്തിൽ. ഗൾഫ് രാജ്യങ്ങളിൽ കാണാമറയത്തകപ്പെട്ട പ്രവാസികളെ കണ്ടെത്തുന്നതിനും അന്യദേശങ്ങളിൽ അവശത അനുഭവിക്കുന്നവർക്ക് ആശ്രയമായും പ്രവർത്തിക്കുന്ന പ്രവാസലോകത്തിന്റെ 25 വർഷത്തെ നാൾവഴികളെ അടയാളപ്പെടുത്തി ഈ പരിപാടിയുടെ ഉപജ്ഞാതാവും മാധ്യമപ്രവർത്തകനുമായ അനസുദ്ദീൻ അസീസും പ്രവാസി വിഷയങ്ങളിൽ ഗവേഷകനും ലോക കേരള സഭ കോർഡിനേറ്ററുമായ CS അഖിലും ചേർന്ന് രചിച്ച മിസ്സിംഗ് മൈഗ്രൻസ് ആൻഡ് ആക്സസ് ടു ജസ്റ്റിസ് എന്ന പുസ്തകത്തിന്റെ അവതരണം കഴിഞ്ഞ ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. കൈരളി ടിവിയുടെ പ്രവാസലോക പരിപാടി 25 വർഷം പിന്നിടുമ്പോൾ പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു TV ഷോ ഇതിനപ്പുറം ഉണ്ടോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരായ നിരാലംബരായ ഒട്ടനവധി മനുഷ്യർക്ക് കൈത്താങ്ങായി കഴിഞ്ഞ 25 വർഷമായി മുന്നോട്ട് പോകുന്ന പ്രവാസലോകം എന്നുള്ള പരിപാടി, അതിന്റെ ഭാഗവാക്കായി ഈ ഒരു പരിപാടിയുടെ ഭാഗവാക്കായി ഇവിടെ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുള്ള ഒരു പ്രവാസി എന്നുള്ള നിലയിൽ പുസ്തകത്തിന്റെ വിതരണവും ഗൾഫ് പ്രകാശനവും സംവിധായകൻ റഫീഖ് റാവുത്തർക്കുള്ള അനുമോദനവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നടന്നു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ലേബർ ആൻഡ് മദദ് കോൺസൽ ജനറൽ പവിത്ര മജുംദാർ, ലോക കേരള സഭ അംഗവും മാസ് ഷാർജയുടെ സ്ഥാപകാംഗവുമായ TK അബ്ദുൽ ഹമീദിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം അഹമ്മദ് ബിൻ ഈദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. Kerala TV. So me, myself and my way, advocate from Indian associations, also help with them. Lawyer Manu, lawyer advocate Aji Koyakos. Everybody, we got the person missing. Where is more than 20 years? Mother God did not get. So what will happen? It is the job we must run. Everybody, we are sitting here. We must help. Let embassy help me. Indian association helping, our government, Sharjah government helping, UAE government helping, and GCC all, Saudi, Qatar, Masjid. We request all them going and taking help from them. Please help them, everybody. സ്വദേശികളെ പോലെ തന്നെ വിദേശികൾക്കും നിയമപരിരക്ഷയോടുകൂടി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം UAE ഉണ്ടെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം പറഞ്ഞു. India, especially Kerala, is a Poontottam. Every province they can see the Poontottam thing. So പ്രവാസലോകം 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രവാസലോകം ഡയറക്ടർ റഫീഖ് റാവുത്തറെ ചടങ്ങിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം റഫീഖ് റാവുത്തർക്ക് പൊന്നാട അണിയിക്കുകയും മെമ്മന്റോ കൈമാറുകയും ചെയ്തു. പ്രവാസലോകം നടത്തുന്ന അവിശ്വസനീയമായ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് ആശ്രയമായി മാറുന്നു എന്ന വസ്തുത ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ് എന്നും ഒരു TV ചാനൽ ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ മതിപ്പോടെയാണ് താൻ കാണുന്നത് എന്നും ലേബർ കോൺസൽ പവിത്ര മുഖർജി പറഞ്ഞു. പുസ്തകത്തിന്റെ കോ-റൈറ്ററായ CS അഖിലിനെയും ചടങ്ങിൽ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. പുസ്തകം രൂപപ്പെടാനിടയാക്കിയ സാഹചര്യവും പ്രവാസലോകം പഠനത്തിലൂടെ താൻ കണ്ടെത്തിയ വസ്തുതകളും CS അഖിൽ വിശദീകരിച്ചു. ബുക്ക് ബേസിക്കലി നമ്മളൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ്. ഇതിനൊരു ബുക്ക് എന്ന് വിളിക്കാമെന്ന് പറയാൻ അറിയില്ല. കാരണം ഇത് അക്കാദമിക് ബുക്ക് ആണോ അല്ല, ഒരു സ്റ്റോറി ആണോ അല്ല, ഒരു സെമി അക്കാദമിക് വർക്ക് ആണോ അല്ല, ഇതൊരു സ്റ്റിൽ ആൻ ഇവോൾവിംഗ് വർക്ക്. കാരണം ഞാൻ റഫീഖിനോട് എപ്പോഴും അത് പറയും, ഇതൊരു സമ്മറി ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ബീൻ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 25 years. നമ്മൾ ഓരോ സ്റ്റോറിയും ഓരോ ബുക്കാക്കാൻ പറ്റും. അതുപോലെ എഫേർട്ട് ഓഫ് ഈച്ച് വോളണ്ടിയർ ക്യാൻ ബി അത്ര വാസ്റ്റ് ആണ് പ്രവാസികളുടെ എഫേർട്ട്. ബുക്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി ഇവല്യൂഷൻ ഓഫ് പ്രവാസലോകം ആൻഡ് ഹൗ ദാറ്റ് TV program, a mere TV program transformed into an institution that started supporting the distress migrant movement in the last 25 years. പിന്നെ നമ്മൾ the main thing, the missing migrants, it's a big vast data. ആ ഒരു വാസ്റ്റ് ഡേറ്റ നമ്മൾ മനസ്സിലാക്കി
it's actually no one else has such a huge data of distressed migrants who are missed across the GCC and other countries. അപ്പോൾ അത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തു. വളരെ ബേസിക് വളരെ ജനകീയമായി എല്ലാവർക്കും വായിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം എങ്ങനെയാണ് പ്രവാസ ലോകം ഒരു സിവിൽ സൊസൈറ്റി ഫോമിലേക്ക് മാറിയത്, സെന്റർ ഫോർ ഇന്ത്യൻ മൈഗ്രന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയത്, ആൻഡ് ഹൗ ദേ സ്റ്റാർട്ടഡ് എൻഗേജിംഗ് വിത്ത് ഗവൺമെന്റ്സ്, UN ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആൻഡ് ഹൗ ദേ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ഫ്രെയിമിംഗ് ദ ഗ്ലോബൽ കോമ്പാക്ട് ഫോർ മൈഗ്രേഷൻ. സോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബുക്ക് എഴുതി സ്ട്രക്ചർ ചെയ്തിരുന്നത്. ഫൈൻഡിങ് വിത്ത് എക്സ്പ്ലെയിനിങ് അബൌട്ട് സം പോളിസി സജഷൻസ്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഫ്യൂച്ചർ മൈഗ്രൻസിനും സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസിനും GCC ഉള്ള സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസിനും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലാക്കി എന്തായിരുന്നു, എങ്ങനെയാണ് പ്രവാസ ലോകത്ത് സപ്പോർട്ടുകൾ ഓഫർ ചെയ്യുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വർക്ക് ചെയ്തത്, അതൊക്കെ ഭാവിയിലേക്കുള്ള ഒരു മനസ്സിലാക്കലിന് വേണ്ടിയാണ് ശ്രമിച്ചത്. തന്റെ പരിപാടി പ്രവാസ ലോകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംവിധായകൻ റഫീഖ് റാവുത്തർ വിശദീകരിച്ചു. പ്രോഗ്രാം 25ാമത്തെ വർഷവും ഇപ്പോഴും തുടരുകയാണ്. അമിത് ഖാൻ പോലെയുള്ള ആയിരക്കണക്കിന് പേരാണ്, ഗോപിടുന്ന പോലുള്ള ആയിരക്കണക്കിന് പേരാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് സപ്പോർട്ടിങ് മീ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മാജിക്. പീപ്പിൾ ഹു ആർ വാച്ചിങ് ദ TV show are the rescue. They are conducting the rescue operation. So it's a kind of interactive and social activism, everything is within a single TV program which span last 25 years. That's TVയിൽ കൂടെ കാണിച്ച അതേ ഇഷ്യൂസ് ഇപ്പോഴും, അതേ ഇഷ്യൂസ് 2000-ൽ കാണാതായ ആ മനുഷ്യനുണ്ടായ അതേ ഇഷ്യൂസ് ഇപ്പോഴും 24 വർഷമായിട്ട് വീണ്ടും തുടരണമെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് ഞാൻ തന്നെ തിരിച്ച് ചിന്തിക്കാനാണ്. അത്രയും അവയർനെസ് ഇപ്പോഴും ഒരു സ്ഥലത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതേ രീതിയിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതേ രീതിയിലുള്ള വിസ ചീറ്റിംഗ്, അതേ രീതിയിൽ എല്ലാം പെർപെച്വറേറ്റേഴ്സ് എല്ലാം നമ്മുടെ നാട്ടിലുള്ളവരല്ല, ഇവിടെയല്ല, ഹോസ്റ്റ് കൺട്രിയിലല്ല, സെൻഡിങ് കൺട്രിയിലാണ് ആക്ച്വലി എല്ലാ ഇഷ്യൂസും നടക്കുന്നത്. അത്രയും മോശം പോളിസീസ് ഉള്ള ഗവൺമെന്റുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും പ്രൊട്ടക്ഷനെ കുറിച്ച് ചിന്തയില്ലാത്ത കാലത്ത് അവയർനെസ് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാര്യമാണ്. പുസ്തക പ്രകാശനത്തിന് വന്ന മുഴുവൻ വ്യക്തികളെയും സംഘാടക സമിതിക്ക് വേണ്ടി മലയാള മിഷൻ അക്കാദമി കൗൺസിൽ അംഗവും UAE കോർഡിനേറ്ററുമായ KL ഗോപി അഭിവാദ്യം ചെയ്തു. സാധാരണ ഒരുപാട് പുസ്തകങ്ങളിലൂടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പുസ്തകം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ പുസ്തകം എന്നുള്ളതാണ്. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ, ഓരോ പ്രദേശത്തുമുള്ള ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രവാസികളും, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെല്ലാവരും തന്നെ വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗം NK കുഞ്ഞഹമ്മദ്, ലോക കേരള സഭാ ക്ഷണിതാക്കളായ RP മുരളി, K രാജൻ, സുജിത സുബ്രു, പ്രവാസലോകം പ്രതിനിധി അനിൽ അമ്പാട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക കേരള സഭ അംഗവും മാധ്യമപ്രവർത്തകയുമായ തൻസി ഹാഷിർ ചടങ്ങുകൾ നിയന്ത്രിച്ചു.